നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. കനത്ത മഴയിൽ നന്ദിക്കരയിൽ വീട് തകർന്നു വീണു. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന പറമ്പത്ത് ഗംഗാധരന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നു വീണത്. വൃക്കരോഗ ബാധിതനായ ഗംഗാധരനും ഭിന്നശേഷിക്കാരനായ മകനും വീടിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. മേൽക്കൂരയുൾപ്പെടെ നിലം പതിച്ചതോടെ വീട്ടുപകരണങ്ങളെല്ലാം നശിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വീട്ടിൽ ഗംഗാധരനും ഭാര്യയും 2 മക്കളുമാണ് താമസം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗംഗാധരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അപകടം നടക്കുന്ന സമയത്ത് ഗംഗാധരനും മകനും അടുക്കളയിലായിരുന്നു. വീട് വീഴുന്ന ശബ്ദം കേട്ടെങ്കിലും പുറത്തേക്കിറങ്ങാൻ കഴിയാതെ നിന്ന ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വാർഡ് മെമ്പർ NM പുഷ്പാകരൻ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. വീട്ടുകാരെ നന്ദിക്കര സർക്കാർ സ്കൂളിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു. തലൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു. തലൂർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ ടാലി തോമസ് ആണ് മരിച്ചത്. ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. ടാലിയും മകളും നടന്നു പോകുന്നതിനിടെയാണ് അപകടം. കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ടാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയാണ് അപകടം. തൈക്കാട്ടുശ്ശേരി ഭാഗത്തുനിന്ന് സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ ലോറിയിൽ തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ലോറി വഴിയാത്രക്കാരായ ടാലിയെയും മകളെയും ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സാണ് ടാലി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ മാവിൻചുവടിലുള്ള വൈഗ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ചേർന്ന് ഹോട്ടൽ അടപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. കാവല്ലൂർ ശാസ്താംവളപ്പിൽ കുടുംബക്ഷേത്രത്തിലെ ജീവനക്കാർ ഹോട്ടലിൽ നിന്നും വെള്ളേപ്പവും മസാലക്കറിയും വാങ്ങിയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തുകയായിരുന്നു. തൃക്കൂർ പഞ്ചായത്തിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഹോട്ടലിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10,000 രൂപ പിഴ ഈടാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ES ബൈജു, KI ഷിജി, പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് AS ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൊലിമ പുതുക്കാട് 7ാം ഘട്ടത്തിലേക്ക്. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലുള്ള പഞ്ചായത്തുകളിലെ 40,000 വനിതകളെ ഉൾപ്പെടുത്തി 7ാം ഘട്ട ഫല പച്ചക്കറി പൂക്കൃഷി വിത്തിറക്കൽ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ തലോർ ചക്കംകുളങ്ങര വാര്യം കോമ്പൗണ്ടിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികളും 100 കണക്കിന് കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, EK അനൂപ്, കലാപ്രിയ സുരേഷ്, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, N മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ട്രീസ ബാബു, CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സ്വപ്ന S, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ദീപ KN, നെന്മണിക്കര കൃഷി ഓഫീസർ അശ്വതി G പ്രസാദ്, ഭൂ ഉടമയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ CV അച്യുതൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത എന്നിവർ സംസാരിച്ചു. തരിശുകിടന്ന ചക്കംകുളങ്ങര വാര്യം വക 1.5 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലിപ്പൂ കൃഷിയും പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറിയുമാണ് പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്യുന്നത്.
പോലീസിനു നേരെ ഗുണ്ടാക്രമണം. നല്ലങ്കരയിൽ ലഹരി പാർട്ടിക്കിടെയാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത്. 3 പോലീസ് ജീപ്പ് തകർത്തു. ആക്രമണം നടത്തിയ ബ്രഹ്മജിത്തും മറ്റ് 5 പേരും അറസ്റ്റിലായി. വൈലോപ്പിള്ളിയിൽ ഒരു വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെത്തിയ പോലീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഗ്രേഡ് SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. കൊലക്കേസ് പ്രതി കൂടിയായ ബ്രഹ്മദത്തൻ എന്ന ഗുണ്ടാ തലവന്റെ നേതൃത്വത്തിലുള്ള 4 പേരാണ് പോലീസിനെ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. നെല്ലങ്കരയിലെ വിജനമായ സ്ഥലത്ത് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നതായും പാർട്ടിയിൽ ലഹരി ഉപയോഗിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം എത്തിയത്. നെല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽത്താഫും അഹദുമാണ് ബർത്ത്ഡേ പാർട്ടി നടത്തിയത്. ഇവരുടെ സുഹൃത്തുക്കളായ ബ്രഹ്മജിത്ത്, ഇവിൻ ആന്റണി, ആശ്വിൻ ആന്റണി, ഷാർബൽ എന്നിവരാണ് ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയത്. ലഹരി പാർട്ടി നടക്കുന്നതിനിടെ ഇരു സംഘങ്ങളും തമ്മിൽ ചേരിതിരിഞ്ഞ് അടിയായി. വീടിന് മുന്നിലേക്ക് സംഘർഷം എത്തിയതോടെ അഹദിന്റെ ഉമ്മയാണ് പോലീസിനെ വിവരമറിയിച്ചത്. ആദ്യ വണ്ടിയിലെത്തിയ പോലീസ് സംഘത്തെ മറഞ്ഞിരുന്ന ഗുണ്ടകൾ ആക്രമിച്ചു. കമ്പിപ്പാറയും പട്ടിക വടികളുമായായിരുന്നു ആക്രമണം. ശേഷം സ്ഥലത്തെത്തിയ 2 വണ്ടി പോലീസ് സംഘത്തിന് നേരെയും ആക്രമണമുണ്ടായി. കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ബ്രഹ്മജിത്ത് ഉൾപ്പെടെയുള്ള 6 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിൽ പരിക്കേറ്റ 4 പോലീസുകാരെ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്ഥലത്തെത്തിയ കമ്മീഷണർ ഇളങ്കോ ഒറ്റവരിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് മടങ്ങി. കയ്യങ്കാലം തല്ലുപിടിച്ചേക്ക തൃശൂരിൽ സിനിമാസ്വാദകരുടെ 2.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതുമോടിയിൽ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് രാവിലെ 11-ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 6-ന് തുടരും സിനിമയുടെ സൗജന്യ പ്രദർശനത്തോടെ ആധുനീകരിച്ച തിയേറ്ററിലെ ദൃശ്യശ്രാവ്യ വിസ്മയത്തിന് തുടക്കമായി. ബാർക്കോ കമ്പനിയുടെ RGB 4K ലേസർ പ്രൊജക്ടർ, ഹാക്നസ് കമ്പനിയുടെ ഹ്യൂഗോ സിൽവർ സ്ക്രീൻ എന്നിവയ്ക്കൊപ്പം ഡോൾബെ അറ്റ്മോസിന്റെ 32 ചാനൽ ശബ്ദ സംവിധാനം പുത്തൻ അനുഭവമായി. 16 കോടി രൂപയാണ് നവീകരണത്തിനായി ചെലവഴിച്ചത്. ഒരേ സമയം 800-ൽ പരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും. ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി K രാജൻ അധ്യക്ഷനായി. മന്ത്രി R ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. K രാധാകൃഷ്ണൻ MP, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സാംസ്കാരിക വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ N ഗോബ്രഗഡെ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S അയ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. വേടന് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം സമർപ്പിച്ചു. തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തിരിച്ചു നൽകി വേടൻ. കടലിന്റെ പാട്ടിൽ ആവേശം അലയടിച്ച സ്നേഹതീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഷാഫി പറമ്പിൽ MP വേടന് കൈമാറി. തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തന്റെ സംഭാവനയായി ചടങ്ങിൽ വേടൻ TN പ്രതാപന് കൈമാറുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചിലിനും ഏറെ പ്രസക്തിയുണ്ടെന്ന് പുരസ്കാരം സമ്മാനിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. വേടന്റെ പാട്ടിനെ ആര് വെട്ടിമാറ്റിയാലും ലക്ഷക്കണക്കിന് മനുഷ്യ സ്നേഹികളുടെ മനസ്സിൽ നിന്നും വെട്ടാൻ ആർക്കും കഴിയില്ലെന്നും MP പറഞ്ഞു. ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിലിനെയും CC മുകുന്ദൻ MLA ആദരിച്ചു. അലോഷ്യസ് സേവിയർ പ്രശസ്തി പത്രം കൈമാറി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജോസ് വള്ളൂർ, സുനിൽ അന്തിക്കാട്, K ദിലീപ് കുമാർ, ശോഭ സുബിൻ, സുനിൽ ലാലൂർ, CH റഷീദ്, ഹാറൂൺ റഷീദ്, CM നൌഷാദ്, PI ഷൌക്കത്ത് അലി, PM സുൽഫീഖർ, ഗഫൂർ തളിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിൽ എനിക്ക് കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. കടലമ്മ കരഞ്ഞല്ലേ പറ്റത്,
കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്. കടലിന്റെ മക്കളാ കടലിന്റെ, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്. കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്. കടലിന്റെ മക്കളാ കടലിന്റെ, ഉപ്പുകാറ്റിൽ മീന് മണക്കും, നടുക്കടലിൽ കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും. നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ. അന്നം തന്നെ ഉന്നം, ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ. ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ, കട്ടുമരക്കാരനോ പെരുങ്കടൽക്കാരനോ. ആരിരാരിരേ ആരിരാരിരേ രാരിരാരിരേ രാരിരാരിരാരിരേ. ഒരുത്തി 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 കള്ളിക്കാട്ടിലെ മുള്ളുചെടി പോലൊരുത്തി, ഒരുത്തി കണ്ണാടി നെഞ്ചിലെ കല്ല് വീണ പോലൊരുത്തി, ഒരുത്തി മുന്തിരി കള്ള് കണ്ണുകൊണ്ടെന്നെ മയക്കി മയക്കി. എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ. എണ്ണ കറുപ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ, ഇത് രണ്ടാം പിറവിയേ. ആ കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ. മുരിയാട് പള്ളിക്ക് സമീപം ക്രെയിനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ക്രെയിൻ മറഞ്ഞു. സ്കൂട്ടർ യാത്രികയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുരിയാട് സ്വദേശി സാലിക്കാണ് പരിക്കേറ്റത്. മുരിയാട് സ്വദേശി സാലിക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ചേർന്ന് ഇരിങ്ങാലക്കുടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു അപകടം. വല്ലക്കുന്ന് ഭാഗത്തേക്ക് പോയിരുന്ന ക്രെയിനിൽ എതിരെ വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ബ്രേക്കിന് തകരാർ സംഭവിച്ച ക്രെയിൻ അപകടത്തിൽ മറിഞ്ഞു. ക്രെയിൻ ഓപ്പറേറ്റർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിന്റെ ഭാഗങ്ങൾ പലയിടങ്ങളിലായി തെറിച്ചുപോയി. ക്രെയിൻ മറിഞ്ഞ് സമീപത്തെ വീടിന്റെ ഗേറ്റ് തകർന്നു. റോഡിന് കുറുകെ ക്രെയിൻ മറിഞ്ഞതോടെ മുരിയാട് നെല്ലായി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സും ആളൂർ പോലീസും സ്ഥലത്തെത്തി. തൃശൂർ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിലെ പന്നിത്തടം കവലയിൽ KSRTC ബസും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് വൻ അപകടം. 14 പേർക്ക് പരിക്കേറ്റു. KSRTC ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. വ്യാഴാഴ്ച പുലർച്ചെ 1:30-നാണ് അപകടം. കോഴിക്കോട് നിന്ന് കുമളിയിലേക്കാണ് KSRTC ബസ് സഞ്ചരിച്ചിരുന്നത്. കുന്നംകുളത്ത് നിന്ന് മത്സ്യം കയറ്റി ആലത്തൂർ ഭാഗത്തേക്കാണ് ലോറി സഞ്ചരിച്ചിരുന്നത്. അപകടത്തിന് ശേഷം വാഹനങ്ങൾ സമീപത്തെ 2 കടകളിലേക്ക് ഇടിച്ചു കയറി. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെയും ലോറിയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. ബൈപ്പാസ് നവീകരണം കഴിഞ്ഞ ശേഷം അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ മത്സ്യം കയറ്റി വന്നിരുന്ന ലോറിയും മറ്റൊരു ലോറിയും കൂട്ടിയിടിച്ചിരുന്നു. വേഗത നിയന്ത്രിക്കുന്നതിന് ബൈപ്പാസിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ വടക്കാഞ്ചേരി ചാവക്കാട് സംസ്ഥാന പാതയിൽ വേഗത നിയന്ത്രിക്കുന്നതിന് സംവിധാനങ്ങളില്ലാത്തതാണ് വിനയാകുന്നത്. ചാലക്കുടി ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് അപകടം. ചാലക്കുടി മുരിങ്ങൂർ ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് അപകടം. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട വെള്ളക്കെട്ടിലേക്കാണ് കാർ മറിഞ്ഞത്. സർവീസ് റോഡിന് സമീപമാണ് അപകടം. 2 യാത്രക്കാർ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരം സ്വദേശി മനു, തൃശൂർ സ്വദേശി വിൽസൺ എന്നിവരായിരുന്നു കാറിലുണ്ടായിരുന്നത്. പുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മിക്കാനെടുത്ത കുഴിയിലാണ് കാർ വീണത്. പുലർച്ചെ 5 മണിക്കാണ് അപകടമുണ്ടായത്. സെക്കൻഡ് ഹാൻഡ് കാർ ബിസിനസ് നടത്തുന്നയാളാണ് മനു. നാനോ കാർ വാങ്ങി തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഒല്ലൂരിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ.
യേശുദാസൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സജീഷിനെ പിടികൂടിയത്. വാഹനാപകടവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സജീഷ് യേശുദാസനോട് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ യേശുദാസ് സജീഷുമായി സംസാരിക്കുമ്പോൾ തനിക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ കുറച്ചു ചിലവുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നടപടി ആരംഭിച്ചത്. തുടർന്ന് ഇന്ന് വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ പണവുമായി യേശുദാസ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തുകയും ചെയ്തു. ഈ സമയം സ്റ്റേഷനുള്ളിൽ നിന്നിറങ്ങി വന്ന സജീഷ് തന്റെ പോക്കറ്റിൽ പോലീസിന്റെ ഔദ്യോഗിക സീൽ ഇട്ടുകൊണ്ടായിരുന്നു വന്നത്. ഈ സമയത്ത് പണം യേശുദാസനിൽ നിന്നും സ്വീകരിക്കുമ്പോഴാണ് വിജിലൻസ് സജീഷിനെ തെളിവോടെ പിടികൂടിയത്. ഇയാളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.